എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഏതൊരു പൗരന്റെയും മൗലിക അവകാശമാണ് അവരവർക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്. അതിൽ മറ്റുള്ളവർ അഭിപ്രായം പറയേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. തമിഴ് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കൂടി അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഞാൻ ആരോടും അങ്ങനെ ചാൻസ് ഒന്നും ചോദിക്കാറില്ല. അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുമല്ല, അതെൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. എല്ലാവരും ചാൻസ് ചോദിക്കണം. കരയുന്ന കുഞ്ഞിനെ പാലോളെന്നാണ്. ഹിന്ദിയിൽ ഒരെണ്ണം വന്നിട്ട് എനിക്ക് സത്യം പറയാൻ പേടിയായിരുന്നു. ഹിന്ദി മുജേ നൈ മാലു എന്ന് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. തകർന്നു പോയെന്ന് പറഞ്ഞാൽ എനിക്ക് അക്കപ്പാടെ ഫീലായിപ്പോയി. ഞാൻ എന്തോ വലിയ സാധനം ചെയ്തു എന്നുള്ളത്. അപ്പോഴും കൂട്ടുകാരെല്ലാം പിടിച്ച് നിന്നെ കൊണ്ട് തോറ്റ്, നിന്റെ ഒരു കാര്യം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞേ. പക്ഷേ അത് ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടില്ല. വല്ലാത്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു. ആ കൊച്ചിങ്ങനെ പിരിവൊക്കെ പൊക്കിയിട്ടുള്ളു. ഞാൻ ഈ പിരിവൊക്കെ ഇങ്ങനെ പൊക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുന്ന സാധനമാണ് ഇട്ടത്. നാട്ടുകാരും കൂട്ടുകാരും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. ഞാൻ ഡിപ്രഷനിലോട്ടൊക്കെ പോയതാണ്. വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കിത് പറ്റും എന്നുള്ളത്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും പോലീസുകാരുടെ വർത്തമാനം കേട്ടപ്പോഴും മൗലി ഫിലിംസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്മൈൽ ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇഷ സൈന. ഇന്ന് മലയാളികൾക്ക്, ലോകത്തെവിടെയുള്ള എല്ലാ മലയാളികൾക്കും ഒരേപോലെ സുപരിചിതയായ രമ്യ സുരേഷ് മാമാണ് നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് മാമിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? അതാണ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വേറൊന്നുമല്ല, പുതിയ വിശേഷങ്ങൾ അറിയാനായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ആകാംക്ഷയല്ലേ? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഒരു 6-7 സിനിമകൾ റിലീസ് ആവാനുണ്ട്. ഓക്കെ. ഒത്തിരി ക്യാരക്ടേഴ്സ്, ഇപ്പം കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും എല്ലാം വളരെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ എപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കും. അപ്പം അങ്ങനെ കുറേ ക്യാരക്ടറുകൾ ചെയ്യുമ്പോൾ ഇനി എനിക്ക് വേറൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം, അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും? ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാനത് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നതുമാണ്. കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ സീരിയസ് മീൻസ് ഭയങ്കര ബോൾഡായിട്ടുള്ള, പിന്നെ ഫുൾ നെഗറ്റീവ് സാധനങ്ങൾ, സൈക്കോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തത്, പോലീസ് വേഷം ഒക്കെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് മാത്രം എന്നിലേക്ക് വരുന്നില്ല. വരും. എനിക്ക് തോന്നി സൗണ്ട് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ അട്രാക്റ്റഡ് ആയത് ആ ഒരു സൗണ്ടിലാണ്. അത് എങ്ങനെ പ്ലസ് പോയിന്റ് ആയിരുന്നു നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ? ഞാൻ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും ഡബ് ചെയ്യുന്നു. പിന്നെ ചെറുപ്പത്തിൽ അത് ഭയങ്കര എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഈ സൗണ്ട്, തിലകന്റെ കൊച്ചുമോളെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ +2 ഒക്കെ എത്തിയപ്പോഴാണ് സൗണ്ടിന് എനിക്ക് ആദ്യമായിട്ടൊരു ഭയങ്കരമായ, എന്നെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന സിസ്റ്റർ സാങ്ട എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിപ്പിച്ചപ്പം ഡിഫറെൻ്റ് ആയിട്ടൊരു മെയിൽ വോയിസ് പോലെയൊക്കെ ഒരു തോന്നുന്ന ഒരു വോയിസ്, ഇത് എവിടുന്നാണ്, അങ്ങനെ ഒരു ബെഞ്ച് വോയിസ് ഇങ്ങനെ പാടിച്ച് അവസാനം എന്നെ ഇങ്ങനെ എന്നോട് പറഞ്ഞു, നിരമേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വോയിസ് ആണ് എന്ന് പറഞ്ഞു. അന്നാണ് എനിക്ക് എൻ്റെ വോയിസിനെ അതെ. പിന്നെ സിനിമയിൽ വന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു സംഭവം എന്റെ വോയിസ് ഒക്കെ എനിക്ക് കൊള്ളത്തില്ല. ഞാൻ കുറഞ്ഞ സൗണ്ടാണ് എനിക്ക് അതുപോലത്തെ പക്ഷേ ഇഷ്ടം. എനിക്ക് ഒരു രഹസ്യം പറയാൻ പോലും പറ്റില്ല. ഞാൻ ഇങ്ങനെ അടക്കി പിടിച്ച് പറഞ്ഞാലും അടുത്തിരിക്കുന്നവർക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. നന്നായി. ഓക്കെ. അപ്പം വേറെ ഫാമിലി ആയിട്ടുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഫാമിലിയില് ഹസ്ബൻഡ്, 2 മക്കള്, ചേട്ടായുടെ അമ്മ ആണ് വീട്ടിലുള്ളത്. മോനും മോളും. മോൻ 9th, മോള് 6th. അവരെങ്ങനെയാണ് ഈ അഭിനയത്തോട് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് അവര്? സത്യം പറയാം, ഇനിയുള്ള ജനറേഷൻ ഒക്കെ സിനിമയോടൊക്കെ എങ്ങനെയാണ്, അവരൊക്കെ വേറെ ലെവല് പിള്ളേരുകളാണ്. അവരോടൊക്കെ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവത്ത പോലില്ല പറയുന്നത് എന്താന്ന്. എൻ്റെ സിനിമയൊക്കെ ഞാൻ വലിച്ചുകൊണ്ട് പോയി കാണിക്കുന്നതാണ്. ഇതൊക്കെ ഒരു വട്ടേ കാണത്തുള്ളവര്. പിന്നെ മോള് ചെറുതായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി സിനിമകളിലാണെങ്കിലും കാണുന്ന കോസ്റ്റ്യൂംസ്, നേരിട്ട് കാണുന്ന കോസ്റ്റ്യൂമും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിലേതാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് നോർമൽ വെയർ ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഡ്രസ്സിലൊരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്ന കോസ്റ്റ്യൂം ഏതാണ്? ഞാൻ കംഫർട്ടായിട്ടുള്ളത് ജീൻസും ടോപ്പുമാണ്. ഭയങ്കര കംഫർട്ടാണ് ആ ഡ്രസ്സിൽ. പിന്നെ മോഡേൺ ഡ്രസ്സ് എല്ലാം ഇഷ്ടമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. വേഷം ചെയ്യാൻ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ക്യാരക്ടറിനനുസരിച്ചുള്ള വേഷം തന്നെയാണ് ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ ഈ പോലീസ് വേഷമൊക്കെ ഉണ്ടല്ലോ, അത് ഇടാനൊക്കെ ഒരു ഭയങ്കര, അതുപോലെ ഈ വോയിസിൽ അത് കത്തി നിൽക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും കിട്ടുന്നത് ഈ പഴയ സാരിയും ഒരു നല്ല വൃത്തിയുള്ള സാരി പോലും കിട്ടാറില്ല എന്നുള്ളതാണ്.
പിന്നെ മാക്സി. ഞാൻ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ബാക്ക് ടു ബാക്ക് അങ്ങനെ വരുന്നത്. അതല്ലാതെ മാറി പിടിക്കണമെന്ന് ഓഫ്കോഴ്സ് ആഗ്രഹമുണ്ട്, വന്നാൽ ചെയ്യും. അത് മാത്രമല്ല, ആ സാരി ഒക്കെ ആണെങ്കിലും ഞാൻ പേഴ്സണൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, പക്ഷെ ആ ക്യാരക്ടറിൽ അങ്ങ് ഭയങ്കര അലിഞ്ഞ് നമുക്കതൊരു കോസ്റ്റ്യൂമായിട്ട് ഫീൽ ചെയ്യണം. ഒരാള് അതിലുള്ള ഒരാള്, അല്ലെങ്കിൽ നമ്മളെ വീടിനടുത്തുള്ള ഒരാള്. ഞാൻ അങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ എന്റെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണിൽ പോവും, ഒബ്സർവ് ചെയ്യും. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആണേലും അമ്മമാര് ബിഹേവ് ചെയ്യുന്നത്, അടുത്തുള്ളവര്, ഒത്തിരി സാധാരണപ്പെട്ട ആൾക്കാരുണ്ടല്ലോ. നമ്മള് അതെ, സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരാണ് എനിക്ക് ചുറ്റിനുള്ളത്. അപ്പോൾ അവരുടെ നിപ്പ്, നടപ്പ്, സംസാരം, അതൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പൊ കോസ്റ്റ്യൂമിലാണെങ്കിലും കംഫർട്ടബിൾ സോണിൽ ജീൻസ് ആണെങ്കിലും, ബട്ട് സാരിയിലും ലൈക്ക് അതൊരു ഹെവി ഫീൽ. ഞാനിത് ഒരിക്കലും കണ്ട ഒരു ക്യാരക്ടറിലും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം നോർമൽ വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന വേഷങ്ങളിലാണെങ്കിൽ എല്ലാം കുറച്ച് മെച്യൂരിറ്റി ഉള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇനിയൊരു യങ് ഒരു എന്താ പറയുക, ആ ഒരു ടൈപ്പ് ക്യാരക്ടർ കിട്ടിയാൽ എങ്ങനെയായിരിക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? കാര്യം ഇപ്പം പറഞ്ഞല്ലോ, എല്ലാം ഒരേ വേയിലുള്ള ക്യാരക്ടേഴ്സാണ് കിട്ടുന്നത്. അപ്പം അതിനേക്കാളും കുറച്ചുകൂടെ യങ്ങറായ ഒരു ക്യാരക്ടർ കിട്ടിയാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഭയങ്കര സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതെങ്കിലും? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് കൊള്ളാം എന്ന് തോന്നി? അല്ല, ഇനിയിപ്പം അറിയാൻ പറ്റുമായിരിക്കും ചിലപ്പം. ഈ ഇറങ്ങാനിരിക്കുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇവർക്ക് ഇത്രയും ഏജ് ഇല്ല എന്നുള്ളത് മനസ്സിലാവും. എല്ലാവരുടെയും വിചാരം ആ സിനിമകൾ കണ്ട് 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 അത്രയും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നോർമലി എവിടോട്ട് ഇറങ്ങിയാലും ആൾക്കാർ പറഞ്ഞു, യു ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇന്നലെയും ഇവിടെ ട്രിവാൻഡ്രത്ത് ഞാൻ ഒരു തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ, ഞങ്ങൾ ആ സിനിമയിൽ കണ്ട ഒരു രൂപമാണ് ഞങ്ങളുടെ മനസ്സിൽ. ഇങ്ങനെയാണോ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മാറ്റി പിടിക്കണ്ടേ, വേഷങ്ങളൊക്കെ മാറ്റി പിടിക്കണ്ടേ? ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് വരാനായിട്ടുള്ള, അതാ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പം പുറത്ത് വെച്ച് ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. അപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞ സെയിം സാധനം ദുബായിൽ വെച്ചിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സിനിമയിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇതിലാണ് വരുന്നതെങ്കിൽ ആർക്കും ഒരു പ്രത്യേകിച്ചൊരു എടുത്തു പറയാനായിട്ടൊന്നും തോന്നത്തില്ല. ഓക്കെ, ഇത് ആ ആക്ട്രസ്സാണ് എന്ന് വേണമെങ്കിൽ പറയുമായിരിക്കും. പക്ഷെ ഇതേപോലത്തെ ഏജ്ഡായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വയ്യാത്തായിട്ട് അമ്മ വേഷങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പിന്നീട് എന്നെ എൻ്റെ നോർമൽ ഇതിൽ കാണുമ്പോൾ ആൾക്കാർക്ക് ആര് വന്ന് സംസാരിച്ചാലും ഒരു അതിശയം വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു സിനിമയിൽ കണ്ട ഇത് വെച്ചിട്ട് പറയും, എന്നെ ഒരിക്കലും നോർമലി സുന്ദരിയാണെന്നൊന്നും അങ്ങനെ പറയാൻ വഴിയില്ല, മനസ്സിലായോ? പക്ഷെ ഈ ക്യാരക്ടേഴ്സ് ചെയ്തത് കൊണ്ട് ഇപ്പൊ എന്നെ കാണുമ്പോൾ ആ സിനിമയിൽ കാണുന്ന പോലെ അല്ലല്ലോ, സുന്ദരിയാണല്ലോ. അത് മാത്രമല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് നോക്കുമ്പോൾ അതില് ഡിഫറെന്റ് പാറ്റേൺ, ഡിഫറെന്റ് കോസ്റ്റ്യൂംസ് ആണ് ഫുള്ളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അങ്ങനെ പറയുമ്പോ. കാര്യം ആ ഒരു ഡിഫറൻസ് നമുക്ക് അല്ലേ അവര് പറയുമ്പോൾ. വേറെ ഇപ്പോൾ ഒരു ഏജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പെട്ടെന്ന് എന്റെ മൈൻഡിലൂടെ പോയി, ഗൂഗിളിൽ ആരാണ് ഇത്രയും വലിയ കറപ്റ്റഡ് ആയിട്ടെന്ന് തന്നെ പറയാം. 1977 എങ്ങാണ്ടാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. ഞാൻ കോസ്റ്റ്യൂം ഡിസൈനർ ആണെന്ന് വെച്ചിട്ടുണ്ട്, അത് തെറ്റാണ്. അത് ചിലപ്പോ എല്ലാവരും വിശ്വസിക്കുന്ന, ചിലപ്പോ എന്റെ കോസ്റ്റ്യൂം കണ്ടിട്ടും കൂടി ആയിരിക്കും. എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോസ്റ്റ്യൂം ഡിസൈനർ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു രമ്യ സുരേഷ് എന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട്. ഇനി അത് മാറിപ്പോയതാണോ എങ്ങനെയാണ് എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ ഗൂഗിളിലുള്ള അതെ 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 അതിനകത്തുള്ള ഇൻഫർമേഷൻ എല്ലാം തെറ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗൂഗിളിൽ ഞാനോട്ടൊരു ബന്ധമില്ല. എനിക്കത് മാറ്റണം. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആളാണ്. കേരളത്തിന്റെ കാര്യം, അപ്പൊ കേരളത്തിലെ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? എവിടെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴാണ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്ലേസ് ഏതാണ്? അല്ലെങ്കിൽ നിൽക്കാൻ എനിക്ക് ഇവിടെ താമസിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നി കംഫർട്ടബിൾ ആയിട്ടൊരു സ്ഥലം? താമസിക്കണമെന്ന് എനിക്ക് അങ്ങനെ കേരളത്തിൽ അല്ലേ, കാരണം എല്ലാം ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എപ്പോഴും എനിക്കിഷ്ടം എൻ്റെ കോട്ടയം തന്നെയാണ്. കോട്ടയം, അതിനുശേഷം ഹരിപ്പാട് തന്നെയാണ് ഇഷ്ടം. അല്ലാതെ കണ്ണൂര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. പിന്നെ പാലക്കാട്, ആ
ഉരുക്കി കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളെ കേരളത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ചെയ്യുന്ന ക്യാരക്ടറിൽ മൊത്തം ക്യാരക്ടേഴ്സ് ബേസ് ആണെങ്കിലും സാരി അങ്ങനെയുള്ള, പക്ഷേ അതിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു വെസ്റ്റേൺ വെസ്റ്റേൺ ഡ്രസ്സാണ് വരുന്നത്. അതിലെന്തെങ്കിലും എന്താ പറയാ, ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നു? അത് ഇഷ്ടം പോലെ വരാറുണ്ട്. ആണല്ലേ? എന്റെ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന്റെ ഒരു ഘോഷയാത്രയാണ്. പ്രശസ്തമായ കുറച്ച് കമന്റുകൾ നമുക്ക് പറഞ്ഞുതരാം. ചില നല്ല മൂഡാണെങ്കിൽ ഞാൻ ഇരുന്ന് റിപ്ലൈ കൊടുക്കും. നല്ല റിപ്ലൈ കൊടുക്കുമ്പോ നല്ല മൂഡ്, മനസ്സിലായില്ലേ? പക്ഷെ അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ കൊടുത്ത് അവരത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ അവരുടെ കമന്റുമായിട്ടേ അവർ പോയി കളയും. അങ്ങനെയുള്ളതുകൊണ്ട് ആ കമന്റ് അവിടെ കിടക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള റിപ്ലൈ ആണ് കൊടുക്കുന്നതെന്ന് സാരം. അതെ, പക്ഷെ ഞാൻ മോശമായി ആരോടും സംസാരിക്കാറില്ല. മാന്യമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് കുറുക്കി കൊള്ളുകയും ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാല് ഏതൊരു പൗരന്റെയും മൗലിക അവകാശമാണ് അവരവർക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്. അതിൽ മറ്റുള്ളവർ അഭിപ്രായം പറയേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ അവകാശമാണ്. അതെ, ഞാൻ മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ഓക്കെയാണ്, ഞാനതിൽ കംഫർട്ടാണ് എന്ന് തോന്നുന്ന വസ്ത്രങ്ങൾ മാത്രമേ ഞാൻ ധരിക്കാറുള്ളൂ. എൻ്റെ ഈ കൈകൾ കണ്ടിട്ട് മുട്ടിന് താഴോട്ട് കണ്ടിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. കമ്പനി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം. അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഞാൻ ഇപ്പം ഒരു പോലീസ് യൂണിഫോമിൽ പുള്ളിയുടെ ജോലി ചെയ്യുന്നു, ഒരു കല്യാണം വന്നു, അയാൾ ആ യൂണിഫോമിലല്ലല്ലോ കല്യാണത്തിന് പോകണം, വേറെ ഡ്രസ്സിൽ. അതല്ല, എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെ നമ്മൾ ഒരു മീഡിയയിൽ കാണുന്നു അതുപോലെ സൊസൈറ്റിയിലും കാണാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. അതായത് കുറച്ച് പേര് അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കമന്റ് ചെയ്യാനും. അപ്പം അങ്ങനെ നമുക്ക് മൈൻഡിൽ എന്തെങ്കിലും സ്ട്രൈക്കായ ഒരു കാര്യം പറയാവോ? ഈവൻ കോസ്റ്റ്യൂമിൽ വന്ന എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിയൽ ടോക്കോ അങ്ങനെ എന്തെങ്കിലും? അല്ല, എനിക്ക് വരുന്നത് മൊത്തം അങ്ങനെയാണ്. 2 സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഡ്രസ്സിന്റെ ഇറക്കം കുറഞ്ഞു. പിന്നെ അമ്മായിക്ക് സാരിയാണ് ചേരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറേ. അത് അവരുടെ കാഴ്ചപ്പാടായിരിക്കും, അവരുടെ ഇഷ്ടങ്ങൾ. അത് മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. എന്റെ വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ലാത്തിടത്തോളം കാലം എനിക്ക് ഇഷ്ടമുള്ള നമുക്ക് പ്രയോറിറ്റി, നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റി തിങ്സ് വേറെയാണ്. അപ്പം വേറെ ഇപ്പം സിനിമയിൽ വരുന്നതിന് മുന്നേയും ഇതേപോലെ കോസ്റ്റ്യൂംസ് തന്നെയായിരുന്നു ചെയ്യുന്നത്? ജീൻസും ടോപ്പുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഇടുന്നത്. പിന്നെ ചുരിദാർ ഇടുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ലഭിക്കുന്ന വസ്ത്രങ്ങളാണ് ഇട്ടുകൊണ്ടിരുന്നത്. എനിക്ക് ചേരാത്തൊരു ഡ്രസ്സാണ് ചുരിദാർ, എങ്കിലും ഇടുവാ. പക്ഷെ ഞാനൊരു കാര്യം, അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നതെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഓഡിഷന് പോകുമ്പോൾ ഇതുപോലെ വെസ്റ്റേൺ ഡ്രസ്സിലായിരിക്കും പോയിരിക്കുന്നത്? അല്ല, അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതിന് പിന്നെ നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് പോയാലും നിങ്ങളെ കണ്ട ഏജ് തോന്നിക്കും എന്ന് പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്നെ നേരിട്ട് കാണുമ്പോൾ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഞാനിപ്പം ഈ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ജീൻസ് ടോപ്പിൽ പോയാൽ ഇതിലും ചെറുതാവും ഞാൻ. ആ ജീൻസും ടോപ്പിലും പോയാൽ ഒരിക്കലും എന്നെ ഒരു ക്യാരക്ടറിലോട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? അതായത് ഹീറോയിനായിട്ട് എന്തായാലും നമ്മളെ എടുക്കത്തില്ല. ഞാൻ വന്ന സമയത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയിപ്പോൾ അഭിനയം വെച്ചിട്ട് അല്ലെങ്കിൽ അതിന് പറ്റിയൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നാൽ വിളിക്കുമായിരിക്കും. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. ഒരു പുതിയതായിട്ട് ഇതിലോട്ട് വരുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കില്ല എന്ന്. ആ സമയത്തൊക്കെ ഞാൻ ഇതേപോലെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ലൂസായിട്ടുള്ള ഡ്രസ്സ്. ഇപ്പം ഞാൻ പ്രകാശിൻ്റെ ഇതിന് പോയപ്പം ഞാൻ ശരിക്കും ഒരു ചുരിദാറും ഷോളൊക്കെ ഇങ്ങനെ വെച്ച് സാധാരണ ഒരു ഇതിലാണ് ഞാൻ സാറിനെ കാണാൻ പോകുന്നത്. സാറിനെ കണ്ട് സാറ് ഓക്കെ ആയി, കഥ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. രമ്യ, ഞാൻ പുതിയതായിട്ട് ഒരു സെറ്റിൽ എൻ്റെ പുതിയൊരാൾ വരുമ്പോൾ ഞാൻ 2 ദിവസം സെറ്റിലിട്ടിട്ടാണ് എല്ലാം കാണിച്ചിട്ടാണ് ഞാൻ ഷൂട്ടിന് കയറ്റുന്നത്. പക്ഷെ രമ്യയെ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ കഥ പറയുമ്പോൾ രമ്യ തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അതിലെനിക്ക് വിശ്വാസമുണ്ട് രമ്യ ചെയ്യുമെന്ന്. അപ്പം നാളെ തന്നെ നമുക്ക് ഷൂട്ട് തുടങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി, സെറ്റായല്ലോ. പിറ്റേന്ന് ഞാൻ പോകുമ്പം ഞാൻ നോർമലി എപ്പോഴും ഞാൻ അത് ഓർക്കുന്നില്ല, ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ ഒരു ജീൻസും എൻ്റെ ഒരു ടീഷർട്ടും ഇട്ട് ബാക്കിലൊരു ബാഗും ഇട്ട്, സത്യൻ സാറിൻ്റെ ഒക്കെ വണ്ടി വന്നപ്പോൾ തന്നെയാണ് എൻ്റെ ഇപ്പോൾ കുമാർ സാറൊക്കെ ആയിട്ട് സാറൊക്കെ വർത്താനം പറഞ്ഞ് നിഖിലയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവാണ്. ബാക്കിൽ എൻ്റെ വണ്ടി വന്നു, ഞാൻ ഇറങ്ങി, ഞാൻ നടന്നു, അവരുടെ ഒപ്പം എത്തി, അവരെ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ സാറിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുമാർ സാറിനോട് വർത്താനം പറഞ്ഞിട്ട്, പിന്നെ രമ്യല്ലേ ഇത്
അയ്യോ സാറ് ശരിക്കും. അപ്പോൾ സാറുണ്ട്, അയ്യോ ഇന്നലെ കണ്ട ആളല്ലല്ലോ ഇത്, ആളാകെ മാറിപ്പോയല്ലോ. പിന്നെ ഉടനെ തന്നെ സാറ് വന്നിട്ട്, പാണ്ഡ്യ മേക്കപ്പ് ചെയ്യുന്ന പാണ്ഡ്യ, ഇതാണ് നമ്മുടെ നായികയുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ പോകുന്ന ആള്, നോക്കിക്കൊന്ന്. പക്ഷേ മേക്കപ്പ് ഒന്നും അങ്ങനെ അധികം വേണ്ട, തലയിലധികം നരയൊന്നും ഇടരുത്, പക്ഷേ പ്രായം തോന്നിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചങ്ക് ഇടിച്ചു. കാരണം ഞാൻ ഓർത്തില്ല, ഞാൻ സെലക്ട് ആയല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് വന്നത്. സാർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എന്നിട്ട് അകത്തോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു, സെറ്റ് ആകുമല്ലോ അല്ലേ, ഒന്നും പേടിക്കണ്ട. പുള്ളിക്കാരൻ തന്നെ എന്തൊക്കെയോ കറുപ്പ് അവിടെ ഇവിടെ എല്ലാം ഇട്ടു സെറ്റാക്കി, മുടി ഭയങ്കരമായിട്ട് പതിപ്പിച്ച് ചീകി, ഒരു നോർമൽ മാല, ഒരു കൊന്ത പോലത്തെ ഒരു മാല, ഒരു ലൂസ് മാക്സിയും തന്ന് അങ്ങോട്ട് ഞാൻ ഇറങ്ങിയപ്പോഴേക്കും സാറ് ഭയങ്കര ഹാപ്പി. അയ്യോ വന്ന ആളെ അല്ലല്ലോ, ക്യാരക്ടറായി. അന്ന് സാറിനോട് പറയും, നിന്റെ ഒരു ഭാഗ്യമാണ് പെട്ടെന്ന് ഈ ക്യാരക്ടർ ചേഞ്ച്. അതൊരു ആർട്ടിസ്റ്റിന് വേണ്ടി ഒരു മാറുമ്പോൾ തന്നെ പകുതി ഇത് മാറുക എന്നുള്ളത് നിനക്ക് കിട്ടിയിട്ടുണ്ട്. സുഖമായിട്ട് നിന്നെ ഒരു 85 വയസ്സുള്ള ആൾ വരെയും ആക്കാം എന്ന്. അതൊക്കെ കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അതാണ് സത്യം. പക്ഷെ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. നമ്മളിത് ഉള്ള കാര്യം പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അല്ലേ തന്നെ കണ്ടാൽ പ്രായം തോന്നുന്നു, എനിക്ക് പ്രായം തോന്നുന്നു പറയുന്നതോ അല്ലെങ്കിൽ അമ്മച്ചി എന്ന് പറയുന്നത് അല്ലെ പ്രായമായിട്ട്, എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. അതെ, എനിക്ക് വരുന്ന ക്യാരക്ടറുകൾ ഞാൻ ചെയ്യും. അത് നന്നാക്കി ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു മെയിൻ സംഭവം. നമ്മൾ സിനിമ ഷൂട്ടിംഗ് ഒക്കെ എപ്പോഴും തിരക്കായിരിക്കും. ഇതല്ലാതെ എന്തെങ്കിലും ഹോബി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിച്ചാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഭൂതോദയൊക്കെ ഉണ്ടായിട്ട് പറയും ദിവസവും ബുക്ക് വായിക്കണം, അതൊക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ, പിന്നെ ഞാൻ ഷൂട്ടില്ലാത്തപ്പം ദുബൈയിലോട്ട് പോകും ചേട്ടായിയുടെ അടുത്ത്. ചേട്ടായി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ എന്നെ ചുമ്മാ ഇരുത്തല്ല, ഞാൻ മടിച്ചാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വെളുപ്പിനെ എന്നെ എഴുന്നേൽപ്പിക്കും, ജിമ്മിൽ പോകും, ട്രെഡ്മില്ലിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും നടത്തിക്കും. അല്ലാണ്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യും. ട്രെയിനറെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ വെച്ച്. ഇവിടെ വരുമ്പോഴൊന്നും നടക്കാത്തത്. പിന്നെ ഞാനിവിടെ നാട്ടിൽ ചേട്ടായി അവിടെ യോഗ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ഞാനും ചെയ്യും. പിന്നെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ യോഗയ്ക്ക് പോകും. ഷൂട്ടുള്ള സമയത്താണ് ഇതെല്ലാം മുടങ്ങുന്നത്. പിന്നെ ഇപ്പൊ കുറച്ചു നാളായി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഒന്നും ചെയ്യാണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഇച്ചിരി ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിലും ഇച്ചിരി കൂടെ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഒന്നും ചെയ്യാത്തോണ്ട് ഇച്ചിരി ഞാൻ വണ്ണം വെച്ചു എന്നാണ് പറയുന്നത്. അതെ, താഴെ എഴുതി കാണിക്കും ഞാൻ വണ്ണം വെച്ചു, ഞാൻ പഴയതിനേക്കാളും വണ്ണം വെച്ച് നമ്മൾ എഴുതി കാണിക്കുന്നതായിരിക്കും. ഫുഡൊക്കെ എങ്ങനെയാണ്? ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ഫുഡ് എല്ലാ ടൈപ്പും ഞാൻ കഴിക്കും. മടി ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ എക്സ്ട്രാ കരിക്കുലർ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. മടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച കാര്യമാണ് ഫുഡ്. അത് ഞാൻ എല്ലാം കഴിക്കും, പക്ഷെ എല്ലാം കുറച്ചാണ്. എല്ലാം ടേസ്റ്റ് ചെയ്യും. എല്ലാം ഇത് ചെയ്യും. പിന്നെ ചേട്ടായിട്ട് എടുക്കാൻ പോകുമ്പോഴാണ് അതും ഈ സ്മൂതി, പിന്നെ ഫ്രൂട്ട്സ്, സാലഡ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കോൺഷ്യസ് ആവുന്നു, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീറ്റിക്കത്തുള്ളൂ. പിന്നെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് മറ്റേ എന്താ പറയുക, ഷവർമ, സാൻഡ്വിച്ച്, ബർഗറോ അല്ലെങ്കിൽ ചിക്കൻ ചാർക്കോൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതൊക്കെ പറയും മതിയെ, അല്ല കഴിക്കുമ്പോൾ ശരിക്കും കഴിച്ചോളാൻ പറയും. പക്ഷെ അല്ലാത്ത സമയത്ത് വീക്ക് ഡേയ്സിലൊക്കെ അത് നോക്കാൻ പറയും. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഞാൻ മറ്റേ നട്ട്സും അതും എല്ലാം പൊടിച്ചും പിറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. തോന്നുന്ന സമയത്തൊക്കെ കഴിക്കും. അല്ലെങ്കിൽ അമ്മ അപാര കുക്കാണ് ചേട്ടായിയുടെ. മീനും ഇറച്ചിയൊക്കെ നല്ല അസലായിട്ട് വെക്കും. അപ്പോൾ കോട്ടയം ആയതുകൊണ്ട് ദൂരമായി പോയി, അല്ലെങ്കിൽ പയ്യൻ. ഞാൻ ഹരിപ്പാടാ. കോട്ടയത്താണ് എന്റെ സ്ഥലം. അവിടെ എല്ലാം വിട്ടിപ്പം ഹരിപ്പാടാണ്. ഇടയ്ക്ക് കുറച്ച് ടൂർ പോയ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ട്. തായ്ലൻഡൊക്കെ പോയെന്ന് തോന്നുന്നു. അതെങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ഞാനൊരു കടുവയുടെ പുറകെ ചെന്നിട്ട് ഇങ്ങനെ എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോഴും എനിക്കെല്ലാം മനസ്സിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. ടൈഗർ പാർക്കിനകത്ത് അവിടെ അന്ന്. പക്ഷെ മഴയായിപ്പോ ഞങ്ങളുടെ കഷ്ടകാലത്തിന്. അല്ലെങ്കിൽ ഇങ്ങനെ പുറത്താണ്, പുറത്ത് അവന്മാരിങ്ങനെ കിടക്കും, നമുക്ക് പോയി നിന്നും ചെയ്യാം. ഒരിക്കലും നമ്മൾ കടവയുടെ മുന്നിലേക്ക് വരരുത്. അതുകൊണ്ടാണ് പിറകിൽ നിന്നിട്ട് മിണ്ടണ്ട ഞാനൊരു ഫോട്ടോ എടുക്കുന്നത്. ബാക്കിൽ തന്നെ നിൽക്കണം. പിന്നെ നമ്മൾ സൗണ്ട് വെക്കരുത്. ഇങ്ങനെ മറ്റേ അവന്മാരും വെക്കൂല ഇങ്ങനെ, ആ സൗണ്ട് ഒന്നും നമ്മൾ വെക്കരുത് എന്നൊക്കെ
ആദ്യമേ നമ്മളോട് പറയാം. ആ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് ഈ കേജ് ഇങ്ങനെ അടച്ചും കൂടി ഇട്ടിട്ട് ഇവൻ എന്തെങ്കിലും ഒന്ന് വയലൻ്റായി ഇറങ്ങി ഓടാൻ പോലും പറ്റത്തില്ലല്ലോ എന്നുള്ളത്. പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് വിശ്വാസമാണ് അവന്മാരെല്ലാം തടിച്ച് കൊഴുത്താണ് ഇരിക്കുന്നത്, അതുപോലെ തീറ്റ കൊടുക്കും, ഒന്നും വേണ്ട അവർക്ക്, ഇങ്ങനെ അങ്ങ് കിടന്ന് പോസ് ചെയ്യുന്നു മാത്രം. വേറെ എവിടെയൊക്കെ പോയത് ഇഷ്ടപ്പെട്ട ട്രാവലിംഗ് ചെയ്താല്? ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യവും ദുബൈയിലാണ് പോകുന്നത്. കാരണം ചേട്ടായി അവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 മാസം കൂടുമ്പോഴെങ്കിലും പോകും. അവിടെ തന്നെ മറ്റേ അവിടെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഫുജൈറ, അബുദാബി, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ ബഹ്റിൻ. പിന്നെ ഇനിയും ആണ് ഞങ്ങളിങ്ങനെ ശരിക്കും ട്രാവൽ ചെയ്യണം എന്നുള്ളത്. എനിക്കിത് വിദേശ രാജ്യങ്ങൾ പോകുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ ഇന്ത്യ ഒന്ന് കാണണം എന്നാണ്. ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. അതെല്ലാവർക്കും ഉള്ള, ഞാനും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ ഷൂട്ടിന് പോലും പോകുമ്പോൾ ഒരു ദിവസം എങ്ങാനും കിട്ടിയാൽ അവിടെ ഒന്ന് കറങ്ങാൻ. നേരത്തെയൊക്കെ എത്ര ദിവസങ്ങൾ കിട്ടിയാലും ആ റൂമിനകത്ത് തന്നെ ഇരുന്ന് ഞാൻ സമയം കളയത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു സുഖം മനസ്സിലായത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഇപ്പോഴാണ് ഒത്തിരി ആക്റ്റീവായി തുടങ്ങിയത്. സിനിമ അല്ലാതെ, അഭിനയം അല്ലാതെ വേറെ പോസ്റ്റുകൾ ഇട്ടു തുടങ്ങിയത്. അതെ അതെ അതെ, അതെന്നെ എല്ലാവരും വഴക്ക് പറയുന്ന സംഭവമായിരുന്നു. ഇത്രയൊക്കെ കയ്യിൽ വേണ്ടിയ സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും എന്താണ്, അപ്പൊ എനിക്ക് അതിനോടൊന്നും താല്പര്യമേ ഇല്ലായിരുന്നു. ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഭയങ്കര മടി. ഫോണിനകത്ത് നിറച്ചും ഫോട്ടോസാണ്, പക്ഷെ അതൊന്നും എടുത്തൊന്നും പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം എല്ലാവരും പറയാം നമ്മൾ തന്നെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാത്തവർ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കുറേയും കൂടെ ആക്റ്റീവ് ആവണം, മുന്നോട്ട് വരണം, അങ്ങനെ പറഞ്ഞാണ് ഇപ്പം ഞാൻ ചെയ്തു തുടങ്ങി. ഇപ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമിലൊക്കെ ഞാൻ ഫോട്ടോസ് കണ്ടു, ലെഹങ്ക കണ്ടു. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ എന്താ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്? നമ്മൾ സാരിയിലാണല്ലോ നോർമൽ, സാരി കൈൻഡ് ഓഫ് നമ്മൾ കോസ്റ്റ്യൂംസ് ആണ്. അപ്പോൾ അതല്ലാതെ ആക്ടിങ് അല്ലാതെ ഇങ്ങനെ ഒരു മോഡൽ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തത്? സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര റഫാണെന്നാണ് പറയുന്നത്. എനിക്കൊരു ഈ പെണ്ണുങ്ങളൊക്കെ കാണിക്കുന്ന പോലത്തെ സംഭവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ് അതൊന്നും വരത്തില്ല. വൻ കോമഡിയാണ്, ചിരിച്ച് ഊപ്പാട് തീരും. ഫസ്റ്റ് ഫോട്ടോഷൂട്ടൊക്കെ പൊളിയായിരുന്നു. പിന്നെ ഇവിടെ കൂടെ വരുന്ന നിങ്ങളെ പോലെയുള്ള പിള്ളേരുകൾ ഉള്ളത് കൊണ്ടാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇതിപ്പം ചേച്ചി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര ഒന്നും വഴക്കമില്ലാത്ത പോലത്തെ ശരീരമൊന്നും, അങ്ങനത്തെ ഒരു ശരീരമാണ്. അതെ, വല്ല കരാട്ടയൊക്കെ ആണെങ്കിൽ പിന്നെയും വരും. അതാണ് പോലീസിന്റെ വേഷം പറഞ്ഞത്. അപ്പോൾ അവർ കൈയൊക്കെ ഇങ്ങനെ വെക്കാൻ പറയുമ്പോൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്ന പോലെയൊക്കെ വരും. അവരൊന്ന് ഒതുങ്ങിയൊക്കെ ചെയ്യാൻ പറഞ്ഞേ, ഞാൻ പറയും ഒതുങ്ങിയില്ലടേ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നത് എന്താണ് ഞാൻ കണ്ടത്. അതൊക്കെ കറക്കാൻ പറ്റാ പാട, അവന്മാർക്കറിയാം. പക്ഷെ അങ്ങനെ ചെയ്ത് അവർ പറഞ്ഞത് ശരിയാണ്. ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടുന്നതും ഇതെങ്ങനെ നിൽക്കണം, എങ്ങനെ പോസ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ധാരണ വരുന്നത്. എനിക്കല്ലെങ്കിൽ ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ നിൽക്കുമോ അല്ലെങ്കിൽ എങ്ങനെ നിൽക്കുമോ, അങ്ങനെ ഒരു ഇതായിട്ടൊക്കെ നിൽക്കാൻ ഇപ്പോഴാണ്. അത് മോഡേൺ കോസ്റ്റ്യൂമിൽ അങ്ങനത്തെ പോസ് ആകുമ്പോൾ പ്രശ്നമില്ല. മറ്റേതൊക്കെ സാരിയൊക്കെ വെച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ വെക്കാൻ പറയുമ്പോൾ കൈ എങ്ങനെ അവര് പിന്നെ ഇങ്ങനെ ഓടിച്ചൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ തരും. ആദ്യ സിനിമയുടെ അനുഭവം എങ്ങനെയായിരുന്നു നമുക്ക് പ്രേക്ഷകരോട് പറയാമോ? ആദ്യ സിനിമ ഓഡിഷൻ വഴിയാണ്. പിന്നെ ഞങ്ങൾ ദുബൈയിലുള്ളവരായിരുന്നു ഏറ്റവും കൂടുതൽ. പാലക്കാടായിരുന്നു ഷൂട്ട്. ഭയങ്കര ടെൻഷൻ അടിച്ച് എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ ശരിക്കും സെലക്ട് ചെയ്തത് ഞാൻ ആ ചെയ്തതൊക്കെ വെച്ചിട്ട് തന്നെയാണോ, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഭയങ്കരമായ പേടിയുണ്ടായിരുന്നു. സ്റ്റാർട്ട് ആക്ഷൻ പറയുമ്പോൾ ഞാൻ അനുഭവിച്ചൊരു അവസ്ഥ. പക്ഷെ സിനിമ കണ്ടവരെല്ലാം പറഞ്ഞത് ക്യാമറ മുന്നിലുണ്ടെന്നുള്ള യാതൊരു ഇതും ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കേ അറിയത്തുള്ളൂ എൻ്റെ ടെൻഷൻ എന്തുവായിരുന്നു. നല്ല ടെൻഷൻ അടിച്ചാ ചെയ്ത. ഞാൻ പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഇടയ്ക്ക് വെച്ചൊരു കോൺട്രവേഴ്ഷ്യൽ വീഡിയോ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത് ഒത്തിരി പേര് കണ്ടു. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അതെങ്ങനെയാണ് ഫാമിലി അതിന് സപ്പോർട്ട് ചെയ്തത്? ഇൻഡസ്ട്രിയിലുള്ളവർ എങ്ങനെയാണ് അതിന് സപ്പോർട്ട് ചെയ്തത്? എങ്ങനെയാണ്? ഫാമിലി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് അതിനപ്പുറം, അവരുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് എന്നെ ഇങ്ങനെ. ഞാൻ സംഭവം കണ്ടു, നമുക്കറിയാലോ. അപ്പോൾ ആദ്യം ഞാൻ അയച്ചു കൊടുക്കുന്ന എൻ്റെ ഹസ്ബൻഡിന് വീഡിയോ. ഒരു ധൈര്യം ഉണ്ടായിരുന്നു അത് എന്താണെങ്കിലും നേരിടാൻ. പിന്നെ അപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറേ പേരെയൊക്കെ വിളിച്ച് എൻ്റെ ഇതെന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്, ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പോലീസിൽ പോകാന്നുള്ളതായിരുന്നു. അപ്പം എനിക്ക് പരിചയമുള്ളൊരു പോലീസുകാരനെ വിളിച്ചു. പിന്നെ അപ്പോൾ അതിൻ്റെ ഇത് കൊടുക്കുന്നത് സൈബർ സെല്ലിലാന്ന് പറഞ്ഞു. അങ്ങനെ ആലപ്പുഴയിൽ ഈ സംഭവം പറഞ്ഞ അന്ന് തന്നെ ഞാൻ ആലപ്പുഴയിൽ പോയി. അവിടെ ചെന്ന് പരാതി കൊടുത്ത്, ഭയങ്കര ശോചനീയമാണ് നമ്മുടെ നിയമവ്യവസ്ഥ.
അതൊക്കെയാണ് ഇവരെ ഇങ്ങനെ ചെയ്യാനുള്ള കുറെ ദിവസം അതിന്റെ പുറകെ ഒരുപാട് കാണാവുന്നവരെയൊക്കെ കണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്തും രമേശ് ചെന്നിത്തല സാറിൻ്റെ അടുത്തും, പക്ഷെ അവരൊക്കെ എത്രയും പെട്ടെന്ന് ഇതാക്കണം എന്നൊക്കെയുള്ള പേപ്പറും കാര്യങ്ങളും ഒക്കെ തന്നു. എങ്കിലും നമ്മുടെ IT ആക്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തോരം ഈ സൈബർ സെല്ലിലെ ആൾക്കാരുടെ കയ്യിലിരിക്കുന്നതിനേക്കാളും അതിവിദഗ്ധമായ നൂതന സാങ്കേതിക വിദ്യകളാണ് അവർക്കറിയാവുന്നത്. അവരിങ്ങനെ അപ്പോഴപ്പോഴപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളൊന്നും അറിയുന്നില്ലെന്നുള്ളൂ. ഇതിനു വേണ്ടി പ്രത്യേകം പേജുകളുണ്ട്. ഒരുപാട് ചീറ്റ് ചെയ്യുന്ന ആൾക്കാരെ, അതായത് പ്രേമം നടിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചൊക്കെ ഇതിനകത്ത് പെട്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തും എനിക്കങ്ങനെയൊന്നും വന്നില്ല. കാരണം ഒരുത്തനും അതിനുള്ള എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിലെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിലേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത സാധനം ആയതുകൊണ്ട് ഒരിക്കലും അതിന് വരത്തില്ല. പക്ഷെ എനിക്കിതങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളൊരു സംഭവമായിരുന്നു മനസ്സിൽ. വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കിത് പറ്റും എന്നുള്ളത്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും പോലീസുകാരുടെ വർത്താനം കേട്ടപ്പോഴും എനിക്ക് അവരോട് സത്യം പറഞ്ഞ സഹതാപം തോന്നി, അവരുടെ അവസ്ഥ കണ്ടിട്ട്. പിന്നെ അവരെ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, മുമ്പോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതിലിങ്ങനെ തളർന്നാൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? സധൈര്യം നേരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ രമ്യ വന്ന നാട് അങ്ങനത്തെ ഒരു നാടായതുകൊണ്ടാണ് ഇപ്പം രമ്യ ഇവിടെ വന്നത്. അതേസമയം ഇപ്പം നയൻതാര, മഞ്ജു വാര്യർ, അന്നാ പുള്ളിക്കാരൻ പറഞ്ഞ നയൻതാര, മഞ്ജു വാര്യരൊക്കെ നോക്ക്, അവരുടെയൊക്കെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവരാരെങ്കിലും ഈ പോലീസ് സ്റ്റേഷനൊന്നും പടി പോലും വരുന്നില്ല, അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇത് പോകുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നയൻതാരയും മഞ്ജു വാര്യരും ഒന്നും അല്ലല്ലോ ഞാനൊരു രമ്യ സുരേഷ്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഏതറ്റം വരെ ഞാൻ വരും, എനിക്കത് പ്രശ്നമല്ല, രമ്യ നോക്കിക്കോ, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രമ്യ ഇത് വിടുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞ സത്യമാണ്. കാരണം നമ്മൾ നടന്നിട്ട് കാര്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിന്റെ പിന്നാലെ വീണ്ടും നടക്കത്തുള്ളൂ. അങ്ങനെ വന്ന് എപ്പോൾ വിളിച്ചു ചോദിച്ചാലും ഒന്നും ആയില്ല. അതിനേക്കാൾ വലിയ വലിയ കേസുകളാണ് അവിടെ കിടക്കുന്നത്. അതിന് പോലും ഒരു തീരുമാനമാവാതെ കിടക്കുന്നു. ഞാൻ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആരും പേടിക്കുവോ, പതറിപ്പോവോ, അല്ലെങ്കിൽ അവർ പറയുന്ന ഇനി അഥവാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുന്നതിന് അനുസരിച്ച് ബാക്കിയുള്ള ചെയ്യാൻ പോകാതെ ഇരിക്കുക. അങ്ങനെ നമുക്കൊരു എവിഡന്റ് ആയിട്ടൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോലീസിൻ്റെ അടുത്ത് പോകാം. പതറരുത്, ധൈര്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതിന് ബാക്കി പിന്നെ ഒരു കാര്യം, കുടുംബത്തിലുള്ളവരോട് അവർ ഫുൾ സപ്പോർട്ട് കൊടുക്കുക. അവരുടെ മാനസികാവസ്ഥ എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുരുകയായിരിക്കും ഇരിക്കുന്നത്, അവരെ ഫുൾ കംഫർട്ട് ആക്കുക. അത് നമുക്ക് ഫാമിലിയിലുള്ളവർക്ക് മാത്രമായിരിക്കും പറ്റും, നല്ല ഫ്രണ്ട്സിനായിരിക്കും. പിന്നെ നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറയുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് പകുതി പ്രശ്നം മാറും. പിന്നെ ഇതല്ല, അടുത്തത് വരുമ്പോഴത്തേക്ക് അവർ അടുത്തതിന്റെ പുറകെ പോകും. ഇതൊക്കെ കുറച്ച് നാളത്തേക്കിനെ ഉള്ളതെന്ന് ഇങ്ങോട്ട് വിചാരിക്കുക. സത്യം പറഞ്ഞാൽ നമ്മളെ കംഫർട്ടബിൾ സോണിൽ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ടെങ്കിൽ എത്ര വലിയ സിറ്റുവേഷൻ വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഒരാൾ മതി സപ്പോർട്ട് ചെയ്യാൻ, ഒറ്റ ഒരാൾ മതി. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ എൻ്റെ ഫാമിലി ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇല്ല, ആരും ഇല്ല എന്ന് വെച്ചോ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് മാത്രം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യം. പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് മാത്രം എൻ്റെ കൂടെ ഇല്ലെന്ന് വെച്ചോ, എനിക്ക് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. തകർന്നു പോകും. ലൈഫിൽ വലിയൊരു പില്ലറാണ് പുള്ളി. അത് ഞാൻ പലവട്ടം ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഫസ്റ്റ് ഞാൻ പാട്ടുപാടിയ വീഡിയോ വൈറലായപ്പം എനിക്ക് നാട്ടുകാരും കൂട്ടുകാരും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. ഞാൻ ഡിപ്രഷനിലോട്ടൊക്കെ പോയതാണ്. അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു വന്നത് ഇവരൊക്കെ കാരണം കൊണ്ട് 2 മാസത്തിൽ കൂടുതലെടുത്തു. അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരു പാട്ടുപാടി ഇട്ടതിന് ഇവന്മാർ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇതിനപ്പുറം ഒന്നും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല, എന്നാ എനിക്ക് കാര്യമായിട്ട് ഞാൻ തന്നെ ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ട്. മാണിക്ക മലര ഞാൻ പാടുന്നില്ല, ഈ സൗണ്ട് വെച്ച് പാടണ്ടെന്ന് വിചാരിച്ചു. താങ്ക് യു. മാണിക്ക മലരായ പൂവേ വേണ്ട. അല്ല, നമ്മളെപ്പോഴും എന്താ പറയാ, ഏതായാലും എല്ലാവരും കണ്ടു കഴിഞ്ഞു. അതല്ല, ഞാൻ പാടുന്നതിന് കുഴപ്പമില്ല, ട്യൂണ് സംഗതികളൊന്നും വരത്തില്ല. ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ നിങ്ങൾക്ക് സംഗതികളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഞാൻ പാടുന്ന പാട്ട് പാടിയാൽ. ഒരു സഞ്ചിയിൽ കുറച്ച് സംഗതികൾ കൊടുത്തിട്ട് കുഴപ്പമില്ല, ഏതായാലും പാടണം.
മാണിക്യമലരായ പൂവേ മഹദിയാം ഖദീജ ബീവി. കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഈ പാട്ട് ഞാൻ പിന്നെ ഇത് ശ്രീനിവാസൻ പാടുന്ന പാട്ടിന് ഞാൻ ആ മറ്റേ നമ്മുടെ ആ പെങ്കൊച്ചിട്ട് എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് വല്ലാത്തൊരു എക്സ്പ്രഷൻ ആ കൊച്ചിങ്ങനെ പിരിവൊക്കെ പൊക്കിയിട്ടുള്ളു. ഞാൻ ഈ പിരിവൊക്കെ ഇങ്ങനെ പൊക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുന്ന സാധനമാണ് ഇട്ടത്. ഞാനിത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, പോസ്റ്റ് ചെയ്തു. അത് അത്യാവശ്യം വൈറലായി. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് കണ്ട ആൾക്ക് എടാ ഇത് നമ്മുടെ ആ ടീച്ചറല്ലേ, നമ്മളെ പാട്ട് പഠിപ്പിക്കാൻ വന്ന അവരല്ലേ, അങ്ങനെയൊക്കെ ഉള്ള. പക്ഷെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ആയിരുന്നു മൊത്തം തെറിവിളിയും ഭയങ്കര ബഹളം. ഇതിന് അത്രയും പ്രശ്നമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അപ്പോഴും കൂട്ടുകാരെല്ലാം വിളിച്ച് നിന്നെ കൊണ്ട് തോറ്റ്, നിന്റെ ഒരു കാര്യം അങ്ങനെ എന്നൊക്കെ പറഞ്ഞേ. പക്ഷേ അത് ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നോട് പറഞ്ഞു എന്തിനായിരുന്നു, നമുക്ക് ആദ്യം അങ്ങനെയൊന്നും പറ്റിയതല്ലേ, അത് വേണ്ടായിരുന്നു വെറുതെ, അങ്ങനെ മാത്രമേ എന്നോട് സംസാരിച്ചുള്ളൂ. തകർന്നു പോയെന്ന് പറഞ്ഞാൽ എനിക്ക് അക്കപ്പാടെ ഫീലായിപ്പോയി. ഞാൻ എന്തോ വലിയ സാധനം ചെയ്തു എന്നുള്ളൊരു സംഭവമായിരുന്നു എനിക്കത്. അപ്പം എനിക്ക് മനസ്സിലായതാണ് ആരെൻ്റെ കൂടെ ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്ന പൊട്ടത്തരത്തിനും എൻ്റെ എല്ലാ തോന്നിയാസത്തിനും കൂടെ നിൽക്കുന്ന ആളാണ്. കൂടെ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കതൊരു ഭയങ്കര. പിന്നെ ഈ വീഡിയോ വന്നപ്പോഴും ഫുൾ സപ്പോർട്ടും പുള്ളിയായിരുന്നു. അതെന്തോ ഞാൻ പക്ഷെ പുറമെ ഇങ്ങനെ നടിക്കും, എനിക്ക് അങ്ങനെ ഒന്നും ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബോൾഡാണ്, എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എനിക്കറിയില്ല, ഞാൻ പോലും അറിയാതെ എന്നെ എത്രമാത്രം പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് അതൊരു ഭയങ്കര ബ്ലെസ്സിങ്. മലയാള സിനിമയാണ് ചെയ്തിരിക്കുന്നതെല്ലാം. അതെ. വേറെ അന്യഭാഷാ ചിത്രങ്ങൾ എങ്ങനെയാണ് അതിനെ എങ്ങനെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളത്. ഒത്തിരി ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പൊ മാമിന്റെ സൗണ്ട് ആണെങ്കിലും അറ്റയർ ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഒത്തിരി സൂട്ടബിൾ ആയ ഒത്തിരി ക്യാരക്ടേഴ്സ് നമ്മൾ തമിഴിലാണെങ്കിലും തെലുങ്ക് കന്നഡയിലൊക്കെ. അപ്പം അങ്ങനെ മലയാളത്തിൽ മാത്രം നിൽക്കാതെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. തമിഴ് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കൂടി അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. പക്ഷേ ഭയങ്കര ആഗ്രഹമാണ് തമിഴ് ചെയ്യണം. തമിഴ് അന്യഭാഷ, മറ്റുള്ളതൊക്കെ പിന്നെ അറിയില്ല എനിക്ക് എങ്ങനെയാണ്, ഭാഷ അറിയാതെ എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഓഡിഷൻ ഹിന്ദിയിൽ ഒരെണ്ണം വന്നിട്ട് എനിക്ക് സത്യം പറയാൻ പേടിയായിരുന്നു. ഹിന്ദി മുജേ നൈ മാലു എന്ന് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിലോട്ട് ഞാൻ, പക്ഷെ ഇത് എൻ്റെ ഭയങ്കര സ്വപ്നമാണ് തമിഴെന്ന് പറയുന്നത്. ഞാൻ ആരോടും അങ്ങനെ ചാൻസ് ഒന്നും ചോദിക്കാറില്ല, അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുമല്ല, അതെൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. എല്ലാവരും ചാൻസ് ചോദിക്കണം, കരയുന്ന കുഞ്ഞിനെ പാലുള്ളതാണ്. പക്ഷെ എനിക്കെന്തോ അതിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ തമാശയായിട്ട് ഞാനുണ്ടായ പടത്തിന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്നു. ഞാൻ തമിഴിൽ ഇപ്പൊ എനിക്കൊരു തമിഴിൽ ആൾക്കാരെല്ലാം ഇൻഡസ്ട്രിയിൽ ചുമ്മാ ക്യാമറയിൽ എന്തെങ്കിലും ഫോക്കസ് പുള്ളർ അങ്ങനെ ആരെങ്കിലും ഒക്കെ തമിഴെന്ന് കണ്ടാൽ മതി. ഞാൻ ഇത് നിങ്ങളുടെ തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഇതേപോലെയുള്ള സംഭവങ്ങൾ വരുവാണെങ്കിൽ എന്നെ ഒന്ന് ഓർത്തോണം കേട്ടോ, തമിഴ് എനിക്ക് ഭയങ്കര, അങ്ങനെ ഞാൻ പറയും. മനസ്സിലായോ? അതിലോട്ട് പക്ഷെ എത്തിപ്പെടേണ്ടത് എങ്ങനെ, ഈ മലയാള സിനിമയിൽ എത്തിപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്ത സെയിം സാധനം തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. ഇവരൊക്കെ എങ്ങനെയാണ് തമിഴിലോട്ട് എത്തിയതെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് എത്തേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ 100% ഞാൻ പോയിരിക്കും. വേറെ എന്തൊക്കെയാ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത്? ഇപ്പം ആക്ടിങ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ, ഇപ്പം ചേട്ടൻ്റെ അടുത്ത് പോകുന്നത് അവിടെ നിൽക്കട്ടെ, അല്ലാതെ വേറെ ഒഴിവ് സമയങ്ങളിൽ ഇന്നത് ചെയ്താൽ കൊള്ളായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവം പഠിക്കണം, അങ്ങനെ എന്തെങ്കിലും? ഉണ്ട്. ശരിക്കും ഞാനൊരു ഇച്ചിരി വട്ടുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നത്. നല്ലതാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓരോ പ്രാവശ്യം ഞാൻ ഒന്നിലും പെർമനന്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. അത് എനിക്ക് എപ്പോഴും ഇങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഹൗ ഓൾഡ് ആർ യു സിനിമ ഇറങ്ങിയില്ലേ, ആ സമയത്ത് ഞാൻ ഭയങ്കര കൃഷിക്കാരിയായിരുന്നു. എന്ത് ചേട്ടനെ മുടിപ്പിച്ച് ഞാൻ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളവും മണ്ണും ഒക്കെ മേടിക്കുന്ന ദുബൈയില് ഭയങ്കര പൈസ ചിലവാകുന്ന സംഭവമാണ്. വില്ലയിലായിരുന്നു അന്നേരം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മണ്ണൊക്കെ അങ്ങോട്ട് ഇറക്കിയാണ്, ഭയങ്കര കൃഷിയായിരുന്നു. പക്ഷെ ഞാൻ തക്കാളി, പിന്നെ പയറ്, പടവലം, പാവയ്ക്ക, കുമ്പളങ്ങ, വഴുതനങ്ങ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കൃഷിയെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ. തണുപ്പ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതെല്ലാം വാടാൻ തുടങ്ങി. അങ്ങനെ ഈ ആ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു, അതോടുകൂടി തീർന്നു. പിന്നെ ആ പരിസരത്തോട് നോക്കത്തില്ല. ഒരു എന്താ പറയാ, ഒരു തൈ ഞാൻ വെക്കത്തില്ല. ആ കോള് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ പേപ്പർ ജൂവൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ട്രെൻഡ് വന്നല്ലോ. പേപ്പറും കൊണ്ടൊക്കെ ഇങ്ങനെ കമ്മല്, ഭയങ്കര
ഈ Wall അത് ഭ്രാന്ത് കയറി ഞാൻ അത് പഠിക്കാൻ പോയി. എന്നിട്ട് കിൻഡൽ കണക്കിന് ഇത് നാം എടുത്ത് നമ്മൾക്ക് കുറേശ്ശെ ചെയ്ത് നോക്കാം, അങ്ങനെയല്ല. എനിക്കെല്ലാം ഭയങ്കര ഹർബറിയാണ്. പിന്നെ ഞാൻ കുറേ സാധനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ചിക്കന അതിനെല്ലാം ഭയങ്കര വിലയാണ് അവിടെ. ഈ സാധനങ്ങളെല്ലാം ബോക്സ് സെപ്പറേറ്റ് ഇതിൻ്റെ എല്ലാം സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുക, പിള്ളേർക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ ഉളുത്ത് കുക്കിംഗ് ഒക്കെ അതെല്ലാം ചെയ്യുക, പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ചേട്ടനൊക്കെ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ടേബിൾ നിറച്ചും പേപ്പറും അതും ഇതും ഗമ്മും ഫുൾ സാധനങ്ങളാണ്. പിന്നെ കുറേ കമ്മൽ 2 ബോക്സ് കമ്മലുണ്ടാക്കി 2 ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുത്ത് എന്നിട്ട് ഇതിന് പൈസ ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ട് പോലും ഇല്ല. അതാ ഞാൻ പറയാൻ വന്നത്. ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. പിന്നെ ഇതുപോലെ ഓരോ കണാമണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു. എൻ്റെ എല്ലാ പരിപാടിയും തീർന്നു. പിന്നെ ഇത് കാണുന്ന തന്നെ എനിക്ക് ചതുർത്തിയ എന്തോരം സാധനങ്ങളൊക്കെ വല്ലവർക്കും പിറക്കി കൊടുത്ത്. ഈ റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാം പെറുക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാവും ഇതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത്രയും രൂപ ഉണ്ടാക്കും, കുറെ ക്യാഷ് കിട്ടും, വിൽക്കാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ ഭയങ്കരമാണ്. ഞാൻ ഭയങ്കര കടക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ ആലോചിക്കും എന്റെ കമ്മലോടെ പുതിയ ട്രെൻഡ് ആവും. പിന്നെ അതിന് ഏത് ഡിസൈൻ കൊടുക്കണം അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ആക്രാന്തമാണ് ഇത് ഇപ്പൊ ഉണ്ടാക്കി തീർക്കും എന്നുള്ള ഒരു രീതിയിലാണ് എൻ്റെ സംഭവങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പരിപാടി ഒതുക്കി. പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഈ സ്റ്റൈലുകളുണ്ടല്ലോ, ഈ ഡ്രസ്സിലൊക്കെ ഇന്ന ചെയ്യാം അതെനിക്ക് ഒരാൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ല. അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുമ്പോൾ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് തന്നെ ചെയ്യണമെങ്കിൽ ഞാൻ പഠിച്ചാൽ ഓക്കെ ആവുമല്ലോ. അങ്ങനെയൊക്കെ 15 ദിവസം കൊണ്ട് തയ്യൽ പിടിപ്പിക്കുമെന്നും പറഞ്ഞൊരു ഇത് കണ്ടത്. അപ്പം തന്നെ ഓടി 3 ദിവസം പോയി. അപ്പോഴത്തേക്കിനും ഒരു ചുരിദാറിന്റെ ടോപ്പ് അവരിങ്ങനെ കട്ട് ചെയ്തൊക്കെ തരം തയ്ച്ചാൽ മതി. ഇത് കൊള്ളാലോ പഠിച്ചു 3 ദിവസം. 3-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് തയ്യൽ മെഷീൻ വേണം. ചേട്ടൻ പറഞ്ഞു എൻ്റെ സ്വഭാവം അറിയാവുന്നുണ്ട് ആലോചിച്ചിട്ട് പോരെ, നീ ഇത് 15 ദിവസം എന്നല്ലേ പറഞ്ഞത്, ആ 15 ദിവസം ഒന്ന് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് നിനക്ക് മേടിക്കണം തോന്നുവാണെങ്കിൽ നീ മേടിക്കും. ഞാൻ പറഞ്ഞു അല്ലേട്ടാ, വീട്ടിൽ മെഷീനും കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വീട്ടിൽ വന്നിട്ടിരുന്നു എനിക്ക് തയ്ക്കാലോ തയ്ക്കാലോ. ഓക്കെ പോയി മെഷീൻ മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. 4-5 2 ദിവസം കൂടി പോയി തയ്ക്കട. 5 ദിവസം കൊണ്ട് പരിപാടി നിർത്തി. മിഷൻ ഇന്നും അവിടെ ഒരു സ്മാരകമായി സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കുന്നു. സത്യം. അതിന് പിന്നെ ആ സമയത്തൊക്കെ ഞാൻ ഓയിലെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അത് മൂടിയിട്ടിരിക്കുക. എന്നെ ആർക്കും ഒരു കാര്യത്തിലും വിശ്വാസമില്ല. ഞാൻ ഒന്നിലും ഉറക്കത്തില്ല. അഭിനയത്തിൽ മാത്രമാണ് ഇത്രയും നാള് ഞാൻ നേഴ്സാണ് ആക്ച്വലി. ആ ജോലി പോലും ഞാൻ 1 വർഷമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചെയ്തിട്ടേ ഇല്ല. ഇവിടെ തന്നെയായിരുന്നു, കേരളത്തിൽ അല്ല, ദുബായിലായിരുന്നു. ഇന്നത്തെ സ്മൈൽ ടോക്സിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് രമ്യ സുരേഷ് മാം ആണ്. കുറേ കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയും നമ്മളെ മലയാളികൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടി കുറേ അധികം കാര്യങ്ങൾ മാം നമ്മളോട് പറഞ്ഞു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സെലിബ്രിറ്റിയുമായി സ്മൈൽ ടോക്സിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.